ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാമനും രാവണനും നേരെ നേരെ എന്നുള്ള യുദ്ധമാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത്. എത്ര നിശാചരരുണ്ടു വന്നെറ്റതിങ്ങത്ര രാമന്മാരുണ്ടെന്നതൂ പോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവം അന്നേരം എന്നോട് തന്നെ പോരുന്നിതു രാഘവ, എന്നോട് തന്നെ പോരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. ദ്വാദശ നാഴിക നേരം ഒരുപോലെ യാതുധാനാവലിയോടു രഘുത്തമൻ അസ്ത്രം വരിഷ്ഠിച്ച നേരമാർക്കോ തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരുതി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു. മേധൂരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പൊർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളി നിഷേധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമമ്പണ്ണൻ രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗെ തുടരെ തുടരെ കേട്ടു. ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാരാകാശചാരികൾ ആനന്ദപൂർവകം. ദ്വാദശ നാഴിക കൊണ്ടു നിശാചരൻ മേദിനി തന്നിൽ വീണീടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്ക ബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്ക തനയനോ മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ച് ചുറ്റും നിറഞ്ഞത് രാഘവൻ അന്നേരം മർക്കടനായകന്മാരോടരുൾ ചെയ്ത് ഇതീ കണക്കെ യുദ്ധമാശു ചെയ്തിടുവൻ. രാവണൻ സർവസന്നാഹത്തോടും കൂടി രാമനോട് യുദ്ധം ചെയ്യുവാൻ വന്നു. പക്ഷേ രാമൻ ഒറ്റയ്ക്ക് രാക്ഷസ സേനയുടെ ഇടയിലേക്ക് ചാടിയിറങ്ങി. ഓരോ രാക്ഷസനും ഓരോ രാമന്മാരാണെന്ന് തോന്നുമാറ് രാമമയമായി തീർന്നു ആ സംഗ്രാമഭൂമി. എൻ്റെ കൂടെയാണ് രാഘവൻ എന്ന് ഓരോരുത്തർക്കും തോന്നി. 12 നാഴിക യുദ്ധം നടന്നു. സമുദ്രം, വനം, ഭൂമി എല്ലാം ശരങ്ങളെ കൊണ്ട് നിറഞ്ഞു. ആന, കുതിര, കാലാൾ എല്ലാവരും മരിച്ചു വീണു. ലക്ഷ്മണൻ, വിഭീഷണൻ, ഹനുമാൻ എന്നിവരെല്ലാം ശ്രീരാമചന്ദ്രൻ്റെ ചുറ്റും വന്ന് നിന്നു. ശൂർപ്പണഖ ശ്രീരാമനെ ആഗ്രഹിച്ചതിൻ്റെ പേരിലാണ് ഇത്ര വലിയ ഒരു യുദ്ധം തന്നെ ഉണ്ടാവാൻ കാരണം. സ്ത്രീകൾ വിവേകപൂർവം ചിന്തിക്കാതെ പ്രവർത്തിച്ചാൽ ഒരു നാട് തന്നെ ഇല്ലാതാകും എന്ന് രാമായണം നമ്മളോട് പറയുന്നു. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞിൽ അഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നേടിനാനാകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്നിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമി എന്നരുൾ ചെയ്താനഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നിതു ഞാനടോ. താപത്രയവും വിഷാദവും തീർന്നുപോം, ആപത്തു മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും, രോഗവിനാശനം വർദ്ധിക്കും, ആയുസ് സത്കീർത്തി വർദ്ധനോ. നിത്യമാദിത്യ ഹൃദയ മന്ത്രം ഇത് ഉത്തമം, എത്രയും ഭക്ത്യാ
ജപിക്കടോ ദേവാസുരോ രഗചാരണ കിന്നരതാപസ ഗുഹ്യകയക്ഷരക്ഷോഭുത കിം പുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതു ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ. യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി ആകാശത്ത് നിന്ന് വന്ന് ശ്രീരാമന് ആദിത്യ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. താപത്രയങ്ങളും ദുഃഖവും അകറ്റുന്ന, ആപത്തുകൾ അകന്നു പോകുന്ന, രോഗം ഇല്ലാതാക്കുന്ന, ദീർഘായുസിനെ തരുന്ന വിശിഷ്ടമായ മന്ത്രം. സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്തകരായ നമോ നമഃ, ചിന്താമണേ ചിദാനന്ദായ തേ നമഃ, നിഹരനാശകരായ നമോ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരജംഗമാചാര്യായ തേ നമോ, ദേവായ വിശ്വൈക സാക്ഷിണേ നമഃ, സത്വപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യോ നമോ നമഃ. യുദ്ധം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം, ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടെത്രയും ഭക്തി വർദ്ധിച്ചു കാകുസ്തനും കൂപ്പിനാൻ. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്ന് വീണാധരോ ബാന്തേ മരുവിന. ദുഃഖത്തെ ഇല്ലാതാക്കുന്ന, മനസ്സിനാനന്ദം നൽകുന്ന, നശിപ്പിക്കുന്ന, അജ്ഞതയെ അകറ്റുന്ന, കാന്തിപൂരം നിറഞ്ഞ സ്ഥാവര ജംഗമങ്ങൾക്കും ആചാര്യനായ വിശ്വസാക്ഷിയായ സത്യസ്വരൂപനായ അങ്ങേക്കു നിത്യം നമസ്കാരം. അഗസ്ത്യോക്തി കേട്ട് ശുദ്ധനായ കാകുൽസ്ഥൻ നിറഞ്ഞ ഭക്തിയോടെ കൈകൂപ്പി അഗസ്ത്യമുനി തിരിച്ച് നാരദന്റെ അടുത്തേക്ക് പോയി. ശ്രീരാമചന്ദ്ര കൃപാലോ ഭജമന ഹരണഭാവഭയദാരുണം, നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപാദ കഞ്ച